തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ ഉത്സവങ്ങളാണ്. പലപ്പോഴും അതിന് ഒരു 2020 ക്രിക്കറ്റ് മാച്ചിന്റെയോ ഇല്ലെങ്കിൽ ഒരു ലോകകപ്പ് ഫൈനലിന്റെയോ ഒക്കെ സ്പോർട്ടിങ്ങിന്റെ സ്വഭാവം വരാറുണ്ട്. വടകരയിൽ ഒരു സസ്പെൻസ് ത്രില്ലറാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വടകരയിൽ നിന്നും നാദാപുരത്തു നിന്നും റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം. വെൽക്കം. കടത്തനാടൻ കളരിയഭ്യാസങ്ങൾ ഏറെ കണ്ട നാടാണ്. അതുകൊണ്ട് തന്നെ വടകരയ്ക്ക് രാഷ്ട്രീയാഭ്യാസങ്ങളും പുതുമയുള്ളതല്ല. അക്രമ രാഷ്ട്രീയത്തിന്റെ പരിച ഒരു വശത്ത് പ്രതിരോധം തീർക്കുമ്പോൾ മറുഭാഗത്ത് പൗരത്വ വിഷയവും ന്യൂനപക്ഷ വോട്ടുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആയുധമായി ഉപയോഗിക്കുന്നത്. എന്നാൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന വികസനത്തിന്റെ പരിചയം ഈ കളരിയിലുണ്ട്. രാഷ്ട്രീയ കളരിയിൽ ആരുടെ പരിചയക്കായിരിക്കും കൂടുതൽ പ്രതിരോധശേഷി, ആരുടെ വാളിനായിരിക്കും കൂടുതൽ മൂർച്ച? നമുക്ക് നോക്കാം. ഈ ചർച്ചയിൽ നമുക്കൊപ്പം പങ്കുചേരുന്നത് LDF-ൽ നിന്നും അഡ്വക്കേറ്റ് പി രാഹുൽ രാജ്, UDF-ൽ നിന്നും BB രാജേഷ്, NDA-യിൽ നിന്നും അഡ്വക്കേറ്റ് V സത്യൻ എന്നിവർ. ഒപ്പം വടകര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നമുക്കൊപ്പം ചർച്ചയിൽ തത്സമയം പങ്കുചേരുന്നു. ആദ്യം ഞാൻ LDF-ൽ നിന്ന് തുടങ്ങുന്നു. അഡ്വക്കേറ്റ് പി രാഹുൽ രാജ്, ഇപ്പോൾ വടകര മണ്ഡലം ചർച്ച ചെയ്യുന്നത് അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. നമ്മൾ ന്യൂനപക്ഷത്തിൽ തുടങ്ങി നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധം സൃഷ്ടിക്കാൻ KK ശൈലജ ടീച്ചർ വരുമ്പോൾ ഷാഫി പറമ്പിൽ എത്തിയതിനു ശേഷം വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അക്രമ രാഷ്ട്രീയമായി മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ പൊട്ടിയ പാനൂരിലെ സ്ഫോടനമടക്കം നിങ്ങൾക്കെതിരാവില്ലേ? വടകര തെരഞ്ഞെടുപ്പ് ഈ പ്രാവശ്യം ചർച്ച ചെയ്യുന്നത് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ്. ഏറ്റവും പ്രധാനം, രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരും RSSും ചേർന്ന് ഉയർത്തുന്ന വർഗീയതയെക്കുറിച്ച് തന്നെയുള്ള ചർച്ചകളാണ് വടകര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ സർക്കാരിന് കീഴിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകും. കരിനിയമങ്ങൾ ഈ രാജ്യത്ത് പാസ്സാക്കിക്കൊണ്ടേയിരിക്കുന്നു. ആ കരിനിയമങ്ങൾ ഈ രാജ്യത്ത് പാസ്സാക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ സംഘടനകൾ എന്തു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വടകര ചർച്ച ചെയ്യുന്നത്. അല്ലാതെ താങ്കൾ പറയുന്നത്, ഡോക്ടർ അരുൺ പറയുന്നത് പോലെ അക്രമ രാഷ്ട്രീയമല്ല. അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചാണെങ്കിൽ അതൊരു പ്രാദേശിക വിഷയം മാത്രമാണ്. പക്ഷേ ഇവിടെ നടക്കുന്നത് ഒരു പാർലമെന്റ് ഇലക്ഷനാണ്. ഈ പാർലമെന്റ് ഇലക്ഷനിൽ വടകരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ, പ്രത്യേകിച്ചും നാദാപുരത്തെ വോട്ടർമാർ ചർച്ച ചെയ്യുന്നത് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായി വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആരാണ് ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യന് വേണ്ടി ശബ്ദിക്കുന്നത് എന്ന ചോദ്യമാണ് വടകരയിൽ ഉയർന്നു കേൾക്കുന്നത്. ആ ചോദ്യത്തിനുത്തരം ഈ രാജ്യത്തെ ഇടതുപക്ഷം തന്നെയാണ് എന്ന് തന്നെയാണ്. കാരണം ഈ രാജ്യത്ത് ഈ പോയ 10 വർഷക്കാലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രാജ്യത്ത് കരിനിയമങ്ങൾ RSSന്റെ NDA ഗവൺമെന്റ് പാസ്സാക്കുമ്പോൾ ആ കരിനിയമങ്ങൾക്കെല്ലാം തന്നെ റാൻമൂളുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടനയായി ഈ രാജ്യത്ത് കോൺഗ്രസ് മാറുകയാണ്. അങ്ങനെ ഒരു കരിനിയമമായിരുന്നു UAP. ആ UAP കേരളത്തിൽ പ്രയോഗിച്ചത് ഇടത് സർക്കാരാണ്. UAP പ്രയോഗിച്ചതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ നിലപാട്, അത് പുനഃപരിശോധിക്കാൻ ആവശ്യമായ സമിതി കേരളത്തിലുണ്ട്. വളരെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കും. രാഹുലിന്റെ അഭിപ്രായത്തിൽ വടകര ചർച്ച ചെയ്യുന്നത് അക്രമ രാഷ്ട്രീയമല്ല, പകരം ന്യൂനപക്ഷ രാഷ്ട്രീയവും പൗരത്വ വിഷയവുമാണ്, അല്ലേ? ചുരുക്കി പൗരത്വ വിഷയം, അതുപോലെ തന്നെ ന്യൂനപക്ഷ രാഷ്ട്രീയം മാത്രമല്ല, മറ്റെല്ലാ വിഷയങ്ങളും ഈ രാജ്യത്ത് ചർച്ച ചെയ്യുകയാണ്. ഈ രാജ്യത്ത് സാധാരണക്കാരായ മനുഷ്യൻ പെട്രോളിന്റെ, ഡീസലിന്റെ, പാചകവാതകത്തിന്റെ വിലവർധന മൂലം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് താഴ്ന്നു പോവുകയാണ്. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാറ്റിയിട്ടല്ലേ ഇടതുപക്ഷത്തിന് പറയാനുള്ള കരുത്തുണ്ടാവൂ. സെസ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിന്റെ കൃത്യമായ കാരണം പറഞ്ഞിട്ട് തന്നെയാണ് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. ശരി രാജേഷ്, നോക്കൂ, നിങ്ങൾ ഷാഫി പറമ്പിലിനെ പാലക്കാടിന് തിരിച്ചു കൊടുക്കൂ. മൈക്കോണാണ്. ഷാഫി പറമ്പിലിനെ പാലക്കാടിന് തിരിച്ചു കൊടുക്കൂ. ഷാഫി പറമ്പിൽ വടകര നിലനിർത്തുന്നതിന് വേണ്ടി കടന്നു വന്നതാണ്. ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഷാഫി പറമ്പിൽ വടകരയുടെ MP ആയി ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു. പക്ഷേ ഷാഫി വന്നതിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വിഷയവും വടകരയിൽ ചർച്ച ചെയ്തില്ലല്ലോ. ബോംബ് പൊട്ടുന്നതും കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുള്ള TP ചന്ദ്രശേഖരൻ വധവും ഒക്കെയാണ് വടകര ചർച്ച ചെയ്യുന്നത്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പില്ലേ, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലല്ലോ സാർ? തീർച്ചയായും ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ, സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതേസമയത്ത് വടകരയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചർച്ചയാവുന്നത് സ്വാഭാവികം മാത്രമാണ്. TP ചന്ദ്രശേഖരന്റെ അരും കൊല വടകര നിയോജക മണ്ഡലത്തിൽ എക്കാലവും ചർച്ച ചെയ്യപ്പെടും. കാരണം TP കേസ് എന്തിന് ചർച്ച ചെയ്യണം
എന്ന് ചോദിക്കുന്നിടത്താണ് വീണ്ടും അക്രമങ്ങളുടെ പരമ്പര സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വയനാട് പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകമായാലും അതിനുശേഷം ഇന്ന് CPM കൊലപാതക രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മേഖലയിലേക്ക് കടക്കുകയാണ്. കൊയിലാണ്ടിയിൽ നമുക്ക് വളരെ അടുത്ത കാലത്താണ് PV സത്യനാഥൻ എന്ന് പറയുന്ന CPIM-ന്റെ കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊല ചെയ്യപ്പെടുന്നത്. പാർട്ടി പ്രവർത്തകനാലാണ് കൊല ചെയ്യപ്പെടുന്നത്. ഇവിടെ കൊയിലാണ്ടിയെ ചെയ്യപ്പെടേണ്ട പ്രധാന വിഷയമാണോ അത് എന്നതാണ് എന്റെ ചോദ്യം. കൊയിലാണ്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് 21 ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഗുണ്ടാ സംഘങ്ങളുടെ അവരെ നിയന്ത്രിക്കാൻ പോലും സംഘടനയ്ക്ക് കഴിയാതെ വരുമ്പോ സ്വന്തം നേതാവ് കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇന്നലെ പാനൂരിലെ ബോംബ് സ്ഫോടനം എന്തിനു വേണ്ടിയായിരുന്നു? വടകരയിൽ ശൈലജ ടീച്ചർ പരാജയം ഉറപ്പായപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ദിവസം ബൂത്തുകളിൽ ബോംബുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടെ സാധാരണഗതിയിലുള്ള വോട്ടെടുപ്പിനെ തടഞ്ഞുകൊണ്ട് കൃത്രിമ മാർഗത്തിലൂടെ ജയിക്കുന്നതിന് വേണ്ടി അക്രമത്തെ ഒരു ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു CPM. അക്രമരാഷ്ട്രീയം അപലപിക്കപ്പെടേണ്ടതാണ്. അത് പാനൂരിൽ ഇന്നലെ പൊട്ടിയ ബോംബാണെങ്കിലും 2011 നരിക്കുനിയിൽ നെരിക്കാട്ടേരിയിൽ പൊട്ടിയ ബോംബാണെങ്കിലും രണ്ട് ബോംബുകളും അക്രമരാഷ്ട്രീയത്തിന്റേതാണ്. ശരിയല്ലേ? ആ ബോംബുകളെല്ലാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന വിഷയം, ഉദാഹരണത്തിന് പൗരത്വ നിയമ ഭേദഗതി, അത് നിങ്ങളുടെ പ്രകടന പത്രികയിലില്ല. അത് ഒളിച്ചു പിടിക്കാൻ വേണ്ടി ഈ രാഷ്ട്രീയ അക്രമങ്ങളെ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കുന്നു. വളരെ തെറ്റായ ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം ഇപ്പോ കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്നു. നമുക്കറിയാം ഇന്ത്യയുടെ ഭരണഘടന അനുസൃതമായിട്ട് അത് സാധ്യമാണോ എന്നുള്ളത്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും ഉള്ളപ്പോൾ പൗരത്വം എന്നുള്ളത് യൂണിയൻ ലിസ്റ്റിന്റെ ഭാഗമാകുമ്പോൾ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നേരത്തെ ഡോക്ടർ അരുൺകുമാർ ചോദിച്ചതുപോലെ UAPA ഇവിടെ നടപ്പിലാക്കില്ല എന്ന് ശക്തിയുക്തം പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ. എന്നാൽ UAPA-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2021 മാർച്ച് 9-ന് ഇന്ത്യൻ പാർലമെന്റിൽ 2496 നമ്പർ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിൽ UAPA നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ, കേസുകളുടെ എണ്ണം. അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മണിപ്പൂരാണ്, 598 കേസുകൾ. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ജമ്മു കാശ്മീരാണ്. 3ാം സ്ഥാനം ആസാമാണ്. 4ാം സ്ഥാനം ജാർഖണ്ഡാണ്. 5ാം സ്ഥാനം ഉത്തർപ്രദേശാണ്. 6ാം സ്ഥാനം തമിഴ്നാടാണ്. 7ാം സ്ഥാനം പിണറായി വിജയന്റെ സ്വന്തം കേരളം. 70 UAPA കേസുകളാണ് ഈ 2021 വരെ കേരളത്തിൽ. വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ അംഗങ്ങൾ പാർലമെന്റിൽ എന്തെടുക്കുകയായിരുന്നു? ഞാൻ പറഞ്ഞ കാര്യമല്ല, ഒരു ഭരണഘടനാപരമായി പാസാക്കപ്പെട്ട NIA-യുടെ ഭേദഗതി നിർദ്ദേശിക്കുന്ന സമയത്ത് കോൺഗ്രസ് നിശബ്ദമായിരുന്നില്ലേ? ചിദംബരത്തിന്റെ വാക്കിൽ നിങ്ങൾ ഉന്നയിച്ച വാദം ഇതാണ്: ഒരു കേന്ദ്ര നിയമം പാസാക്കപ്പെടുമ്പോൾ അതിനെ പിൻവലിക്കാൻ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യം എന്താണ്? ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം ഇല്ലാതിരിക്കുക, വരാനിരിക്കുന്ന പാർലമെന്റിൽ ഭൂരിപക്ഷം നേടുന്ന മതേതര കക്ഷികൾ CAA വലിച്ചെറിയുക. എന്നുള്ളത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ വരാഞ്ഞത് എന്താണ് സർ? വളരെ കൃത്യമായി പ്രകടന പത്രികയിൽ പറഞ്ഞു. 42 പേജിൽ എവിടെ? ഞാൻ വളരെ കൃത്യമായി അതിന് ഉത്തരം പറയാം. പറയൂ. നമ്മുടെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പേജ് നമ്പർ 7 ഞാനത് വായിക്കുകയാണ്. എനിക്ക് സമയം പേജ് നമ്പർ 7 വെച്ച് നോക്കി കണ്ടില്ല. പൗരത്വം എന്നൊരു വാക്കില്ല, സിറ്റിസൺഷിപ്പ് എന്നൊരു വാക്കില്ല, CAA എന്നൊരു വാക്കില്ല. വായിച്ചോളൂ. ഞാൻ വായിക്കാം. പേജ് നമ്പർ 7 അങ്ങ് വായിച്ചതാണെങ്കിൽ വളരെ എളുപ്പം നമുക്കത് വിശദീകരിച്ച് പോകാൻ പറ്റും. പേജ് നമ്പർ 7-ൽ ഇങ്ങനെ പറയുന്നു: We will respect and uphold the fundamental rights to practice one's faith and the rights guaranteed to religious minorities under Article 15, 16, 25, 26, 28, 29 and 30. Sir, ഒരു മിനിറ്റ്. ഒറ്റ കാര്യം ഇല്ല. താങ്കൾ വായിച്ചെടുത്ത് പൊളിഞ്ഞു. കാരണം എന്താ അറിയാമോ? ആ ഭാഗം സാർ നോക്കൂ, നമ്മൾ തെറ്റായ ചർച്ച കൊണ്ട് പോകാത്തതുകൊണ്ടാണ്. ആ ഭാഗം നോക്കൂ. Religious minorities and linguistic minorities. അതല്ലേ തലക്കെട്ട്? ശരി, അതിന്റെ തലക്കെട്ട് വായിക്കൂ. താങ്കൾ പറഞ്ഞ 7ാമത്തെ പേജിലെ തലക്കെട്ട് വായിക്കൂ. 7ാമത്തെ പേജിലെ തലക്കെട്ട് വായിക്കൂ. Religious minorities and linguistic minorities. ആണല്ലോ സർ. ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 15 പ്രകാരമാണ് the prohibition of discrimination. The state shall not discriminate against any citizen on the ground only of religion, race, caste, sex, place of birth or any of them.
സാർ അതല്ല, ആർട്ടിക്കിൾ 14 CA-യുമായി ബന്ധപ്പെട്ട് അതല്ല, സർ. ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. No, 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 no. തുല്യതയാണ്, No. റൈറ്റ് ടു ഈക്വാലിറ്റി No, ആണ്, no, no. ഈക്വൽ Right to- പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ ആണ്. Sir. ആർട്ടിക്കിൾ 15 പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ്. ആർട്ടിക്കിൾ 15 വളരെ കൃത്യമായി പറയുന്നു, എന്ത് പറയുന്നു, സർ? ജാതിയുടെയോ മതത്തിന്റെയോ സാർ, വർഗത്തിന്റെയോ അതൊന്നുമല്ല. പേരിൽ വിവേചനം ആർട്ടിക്കിൾ പാടില്ല. 15 പറയുന്നത് നിങ്ങൾക്ക് പൊതുവായുള്ള ഇനി- ഇടങ്ങളിലെ ആക്സസുമായി ഇനി, ബന്ധപ്പെട്ട സർ, വിഷയമാണ്. മറ്റൊരു ഘട്ടത്തിൽ സിറ്റിസൺഷിപ്പ് വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ട് 2 ഞങ്ങളുടെ ഇന്ത്യൻ പ്രകടന കോൺസ്റ്റിറ്റ്യൂഷൻ പത്രികയിലെ മറ്റൊരു ആർട്ടിക്കിൾ സ്ഥലത്ത് 5 മറ്റൊരു ആർട്ടിക്കിൾ പേജിൽ 6 ആർട്ടിക്കിൾ 7 ഉണ്ടോ? ഉണ്ട് സാർ. എവിടെ ആർട്ടിക്കിൾ വളരെ 5? എവിടെ കൃത്യമായ ആർട്ടിക്കിൾ മറ്റൊരു 7? പേജിൽ ഇതാ. എവിടെ ആർട്ടിക്കിൾ സാർ 7? ഒന്നുകൂടി കേൾക്ക്. ആ. സാർ ഒന്നുകൂടി കേൾക്ക്. ആ. ആ പ്രകടന പത്രികയുടെ പേജ് നമ്പർ 22 ആ. പേജ് നമ്പർ 22 പറയുന്നു, ആ. ഇൻ ദ ലാസ്റ്റ് 10 years, അതിന്റെ ആ. ഹെഡിങ് എങ്ങനെയാണ്, ആ. റിവൈസിംഗ് ദ ഡാമേജസ്. ആ. അവിടെ കൃത്യമായി പറയുന്നു, ഇൻ ദ ലാസ്റ്റ് 10 years ആ. ദ ആ. tremendous dangers was done by the BJP NDA by misusing the brute majority enjoyed by it in the parliament to make laws that violated the letter and spirit of the Constitution of India, as well as the fundamental principle of lawmaking. We promise that all anti-people laws passed by BJP and NDA without proper parliamentary scrutiny and debates. സാർ, ഇവിടെ എവിടെയാണ് പൗരത്വം എന്ന വാക്ക്? Anti-popular laws. എവിടെ CA എന്ന വാക്ക്? വളരെ കൃത്യമാണ്. ആന്റി പീപ്പിൾ ലോ പാർലമെന്റിൽ പൗരത്വം എന്നാണ് എല്ലാം, സാർ. എല്ലാം. ആന്റി പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നല്ല. ജനദ്രോഹ നയങ്ങൾ. ഒന്നല്ല. അത് ആർക്കും പറയാം. പാർലമെന്റ് പാസാക്കിയ, നോക്കൂ, BJP ഇവിടെ സാധാരണ പാസാക്കിയ, വടകരയിൽ നോക്കൂ, BJP നാദാപുരം. പാസാക്കിയ, ഒരു നിമിഷം, പാർലമെന്റിലെ ഇത് ബ്യൂട്ടൽ കണ്ട് മെജോറിറ്റി ഇത് ഉപയോഗിച്ച്, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ബ്യൂട്ടൽ തെറ്റിദ്ധരിപ്പിക്കരുത്. മെജോറിറ്റി ഉപയോഗിച്ച് നിങ്ങളുടെ BJP മാനിഫെസ്റ്റോയിൽ പാസാക്കിയ സാർ, തെറ്റായ സാർ, നിയമങ്ങൾ ക്യാൻസൽ ചെയ്യും എന്ന് തന്നെയാണ് സർ, പറഞ്ഞത്. വിത്ത് ഡ്യൂ റെസ്പെക്ട്, നിങ്ങളുടെ പ്രകടന പത്രികയിൽ, ന്യായ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദു ചെയ്യുമെന്നൊരു വാചകം എഴുതാൻ എന്തായിരുന്നു അത് തടസ്സം? വളരെ കൃത്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അസന്നിഗ്ധമായി ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തും പുറത്തും വളരെ കൃത്യമായി സാർ, എന്റെ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കാഞ്ഞത് എന്തുകൊണ്ട്? അത് വളരെ കൃത്യമാണ് സാർ. എവിടെ കൃത്യം? എവിടെ ഈ കൃത്യം? രണ്ട് എവിടെ പാരഗ്രാഫുകളിലൂടെ കൃത്യം? ഈ രണ്ട് സാർ, പാരഗ്രാഫുകളിലൂടെ വടകരയിലെ വളരെ നാദാപുരത്തെ വ്യക്തമായി അതിനെ കുറ്റ്യാടിയിലെ ഒരു പറ്റിയിട്ടുണ്ട്. സാധാരണ വീട്ടമ്മയായ ഉമ്മ ഈ പറയുന്ന ആർട്ടിക്കിൾ 15, 16, 17 പഠിച്ചിട്ട് മനസ്സുകൊണ്ട് ആലോചിക്കണോ CA ആണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന്? സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പൗരത്വ അത് നിയമ ഭേദഗതി കേരളത്തിന്റെ മുഖ്യമന്ത്രി റദ്ദാക്കുമെന്ന് പറയുന്നത് പറഞ്ഞൂടെ? പോലെയാണ് സാർ. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് പോലെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ശരി, ശരി, നേതാക്കന്മാർ ശരി. നടത്തിയ അപ്പോൾ ഒറ്റ കാര്യം പ്രസംഗങ്ങളൊന്നും ഉറപ്പാണ്. തനിക്ക് മനസ്സിലായില്ല പൗരത്വം, സർ, എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. പൗരത്വം എന്ന വാക്ക് നിങ്ങളുടെ പ്രകടന പത്രികയിലില്ല, ശരിയല്ലേ? വളരെ കൃത്യമായി ഉണ്ടോ ഇല്ലയോ? Yes or no? Yes or no? BJP Sir, it's ഗവൺമെന്റ് clear. Yes പാസാക്കിയ or no? ഭരണഘടനയുടെ ഇല്ലയോ? വേർഡ്സ് അതിൽ പറഞ്ഞ എങ്ങനെയാണ് സർ? Sir, Words എന്റെ and ചോദ്യം principles. simple ആണ്. ഭരണഘടനയുടെ എന്റെ ചോദ്യം straight ആണ്. അക്ഷരത്തിനും പൗരത്വം എന്ന തത്വത്തിനും വാക്ക് വിരുദ്ധമായ നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടോ ഇല്ലയോ? അത് വളരെ കൃത്യമായി എവിടെ നേതാക്കൾ കൃത്യം? വ്യക്തമാക്കിയിട്ടുണ്ട്. സർ, പ്രകടന പത്രികയിൽ ഉണ്ടോ ഇല്ലയോ? Yes or no? പ്രകടന പത്രികയിൽ ആ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങളെ കുറിച്ച് തന്നെയാണ് പൗരത്വ ഭേദഗതി എന്നൊരു വാക്കുണ്ടോ? അങ്ങനെ വാക്കിൽ കയറി പിടിക്കല്ല. That's it. Okay. So സത്യൻ, നോക്കൂ സത്യൻ, കാര്യങ്ങൾ വളരെ സങ്കീർണമാണ്. വടകരയിലേക്ക് വന്നാൽ ഒരു ഭാഗത്ത് അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു, മറുഭാഗത്ത് ദേശീയ പൗരത്വ വിഷയം ചർച്ച ചെയ്യുന്നു. ഇതാ മോദിയുടെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഡീസലിന്, പെട്രോളിന്, ഗ്യാസിന് ഉണ്ടായിരിക്കുന്ന വർധനവ് ചർച്ച ചെയ്യുന്നു. ഇരട്ടിയിലധികം ജീവിത ചെലവ് വന്നത് വർദ്ധിക്കുന്നു. തൊഴിലില്ലായ്മ ചരിത്രം കാണാത്ത വിധം ഉയർന്നത് ചർച്ച ചെയ്യുന്നു. ഇവിടെ എവിടെയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കുള്ള സ്ഥാനം സർ? ഇവിടെ വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ദേശീയ രാഷ്ട്രീയമായിരുന്നു, ഇടതുപക്ഷക്കാരൻ പറഞ്ഞ പോലെ തന്നെ. ആ ദേശീയ രാഷ്ട്രീയത്തിന് SDPIക്കാരൻ കോൺഗ്രസിനെ പിന്തുണച്ചോടി ദേശീയ രാഷ്ട്രീയത്തിന് ദിശ മാറി. ബോംബ് വെട്ടിയോടുകൂടി അതിലായി ശ്രദ്ധ. ബോംബ് രാഷ്ട്രീയം എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാലഘട്ടം തന്നെയാണ്. അപ്പൊ ചർച്ച വഴിമാറി കഴിഞ്ഞു. പിന്നെ ദേശീയ രാഷ്ട്രീയം CPM അറിഞ്ഞു, ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ CPM-മാറിന് യാതൊരു പ്രാധാന്യമില്ല. അവരാകെ മത്സരിക്കുന്നത് കേരളത്തിലെ 16 സീറ്റും പശ്ചിമബംഗാളിലെ 17 സീറ്റും രാജസ്ഥാനിൽ കോൺഗ്രസ് കൊടുത്ത ഒരു സീറ്റും തമിഴ്നാട് കൊടുത്ത ഒരു സീറ്റും മഹാരാഷ്ട്രയിൽ ശിവസേന കൊടുത്ത ഒരു സീറ്റില്ല. ആകെ 40 സീറ്റ് താഴെ മത്സരിക്കുന്നുള്ളൂ. അതിൽ എത്ര എണ്ണം കിട്ടുന്നു ഇവർക്ക് പിന്നെ ബോധ്യമല്ല. 1 2 കിട്ടിയാലായി. കഴിഞ്ഞ പ്രാവശ്യം 1 കിട്ടിയത്. 1980-കളുടെ അവസാനം BJPക്ക് 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 2 സീറ്റേ ഉള്ളൂ. 2004 ഇടതുപക്ഷത്തിന് 54 സീറ്റ് ഉണ്ടായിരുന്നു. എവിടേക്ക് പോയി? 3ലേക്ക് എത്തി. പശ്ചിമബംഗാൾ പോയി, ത്രിപുര പോയി. എന്താ അവസ്ഥ? കേരളത്തിൽ പോലും ഒരു സീറ്റ് കിട്ടുന്ന ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. എന്തുകൊണ്ടാ?
BJP-ക്ക് ഇതുവരെ കേരളത്തിൽ കിട്ടിയില്ലല്ലോ. പക്ഷെ ഇപ്രാവശ്യം നരേന്ദ്രമോദി പറഞ്ഞു 2 അക്കം കിട്ടുന്നു. അത് ആരുടെയാ? അത് കോൺഗ്രസിന്റെ ആണോ അതോ CPM-ന്റെ ആണോ? കോൺഗ്രസിന്റെ ആയാലും CPM ഒറ്റ ഇന്ത്യ മുന്നണിക്കാരാ. 2 പേര് ഇവിടെ നാടകം കളിക്കുക. എന്റെ ഇടത് ഭാഗത്തേക്ക് ഇവര് കേരളത്തിന്റെ അതിർത്തി കടന്ന ഒന്നാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇന്ത്യ മുന്നണിക്കാർക്ക് ആര് വോട്ട് ചെയ്യും? ഇന്ത്യ മുന്നണിനെ നയിക്കുന്ന രാഹുൽ ഗാന്ധി ആയാലും സോണിയാഗാന്ധി ആയാലും ആ കേസ് പെട്ട് ഏത് സമയത്ത് ജയിലിൽ പോകുന്ന പറഞ്ഞ് കാത്തു നിൽക്കുക. നാഷണൽ ഹൊറാൾഡ് കേസിൽ അതിനെ നയിക്കുന്ന ലാലു പ്രസാദ് യാദവ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്ത് നിൽക്കുക. കെജ്രിവാൾ ജയിലില്ല, കവിത ജയിലുള്ളത്. തമിഴ്നാട്ടിലെ പൊന്മുടി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ BJP ജയിലിലാവില്ലല്ലോ. ഇലക്ട്രൽ ബോണ്ടിൽ 6000 കോടി വാങ്ങിയ BJP ജയിലിലാവില്ല. ചുരുക്കി പറഞ്ഞാല് NDA-യും ഇന്ത്യ മുന്നണി തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് ഇന്ത്യ മുന്നണി അത് കൊള്ളക്കാര മുന്നണിയാണ്, ജയിലിലേക്ക് ക്യൂ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നണിയാണെന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളും BJP-ക്ക് അനുകൂലമായി ചിന്തിക്കും. 2 അക്ക സീറ്റ് ഈ പ്രാവശ്യം BJP കേരളത്തിൽ നേടിയെടുക്കും. 0-0 0-1 0-2 2 അക്ക ഏത് നമ്പരും ആവാം. 2014 CPM ഭരിക്കുന്ന ത്രിപുരയില് CPM 2 സീറ്റും 64% വോട്ടും BJP-ക്ക് 0.5 വോട്ടാ. 4 വർഷം കഴിഞ്ഞ സമയത്ത് 2018 BJP ഒറ്റയ്ക്ക് 3-2 ഭൂരിപക്ഷത്തോട് ജയിച്ചില്ലേ? എന്താ ലോജിക്കുള്ളത്? പക്ഷേ കേരളത്തിൽ എന്താ നിങ്ങൾ 17%-ൽ നിന്ന് 12%-ലേക്ക് ചുരുങ്ങിയത്? ഭാഷയിലല്ല ചിന്തിക്കുന്നത്. കേരളം നിങ്ങൾ മനസ്സിലാക്കാം. കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ നിന്ന് കേരളത്തിൽ നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന മാതിരിയല്ല ഈ നാട്ടിലെ വോട്ടർമാർ ചിന്തിക്കുന്ന. പശ്ചിമ ബംഗാളും ത്രിപുര തെളിയിച്ചു കഴിഞ്ഞു. അതനുസരിച്ച് കേരളത്തിൽ മാറ്റം ഉണ്ടാവും. ഒരു പത്രമാധ്യമം പറഞ്ഞത് 22% വോട്ട് ഈ വടകര പ്രഫുൽ കൃഷ്ണന് കിട്ടുന്ന പറഞ്ഞേ. 22% എന്ന് പറഞ്ഞാൽ എത്രയെന്നറിയോ? 2.5 ലക്ഷം വോട്ടാ. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിക്കും. 3 ഇരട്ടി വരും. കേരളത്തിൽ വർദ്ധിച്ചില്ലേ? കഴിഞ്ഞ കുറെ വർഷമായി തിരുവനന്തപുരം ആര് തമ്മിലാ മത്സരം? BJP കോൺഗ്രസ് തമ്മിലാ മത്സരം അല്ലേ? 3 ഇലക്ഷനായിട്ട്. ഇപ്പൊ തൃശ്ശൂർ ആര് തമ്മിലാ മത്സരം? BJP കോൺഗ്രസ് തമ്മിലാ മത്സരം. എല്ലാരും പറഞ്ഞു. അവിടെ മുരളീധരൻ പറയുന്നത് താനും LDF-ഉം തമ്മിലാണ്, സുനിൽകുമാർ പറയുന്നത് താനും മുരളീധരനും തമ്മിലാണ് മത്സരമെന്നാണ്. അവിടെ സുരേഷ് ഗോപി ബഹുദൂരം മുന്നിലാണെന്നാണ് 2 മുന്നണികളും പറയുന്നത്. അല്ല, അത് നിങ്ങൾ ഇടതുപക്ഷ അതൊക്കെ വിടുന്നേ. ഞങ്ങൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ചുരുക്കത്തിൽ കേരളത്തിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്ക് അനുകൂലമായി വോട്ട് വീഴുമെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു? ഉറപ്പല്ലേ? നരേന്ദ്രമോദി നിങ്ങളൊന്ന് നടന്നു നോക്കുക. 6 വരിപ്പാത, റെയിൽവേ സ്റ്റേഷൻ വികസനം, എന്തെല്ലാം വികസനങ്ങൾ. പിന്നെ പെട്രോളിന്റെ കാര്യം പറഞ്ഞല്ലോ. തൊട്ടടുത്ത സംസ്ഥാനത്ത് കർണാടകയിലും തമിഴ്നാടിലും എന്താ വില? അത് 2 രൂപ സെസ് എന്തിനാ കൂട്ടിയത്? 2 രൂപ സെസ് കൂട്ടി. പെൻഷനർക്കാന്ന് പെൻഷൻ കൊടുക്കുന്നുണ്ടോ? അപ്പൊ തമിഴ്നാടിലെയും കർണാടകയിലെയും പെട്രോളിനേക്കാൾ വില കേരളത്തില് പിണറായി കൂട്ടിയത് എന്തിനാ കൂട്ടിയത്? 2014 അപേക്ഷിച്ച് 2024 പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇരട്ടിയായത് എങ്ങനെയാ? അല്ല, അന്ന് 2014 നിങ്ങൾ ഒരു ഷർട്ട് വാങ്ങുമ്പോഴുള്ള വിലയാണോ ഇപ്പോൾ ഉള്ളത്? ഒരു ഷൂ വാങ്ങുമ്പോഴുള്ള വിലയാണോ ഇപ്പോൾ ഉള്ളത്? നിങ്ങൾ ഉപയോഗിക്കുന്ന മൈക്കിന്റെ വിലയാണോ ഇപ്പോൾ ഉള്ളത്? 2014 സത്യം 2014 അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില എത്രയായിരുന്നു? $105. ഇപ്പൊ എത്രയാ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില? $87. അപ്പൊ വില കുറയണോ കൂടണോ? അല്ല, പറഞ്ഞല്ലോ നരേന്ദ്രമോദി സർക്കാർ കൃത്യമായി പറഞ്ഞല്ലോ. ഈ പെട്രോൾ കിട്ടുന്ന സെസ് ഉപയോഗിച്ചാണ് ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനം നടത്തുന്നത്. 8 വരി പാത കണ്ടോ? റെയിൽവേ ഇരട്ടിക്കുന്നത് കണ്ടോ? വന്ദേ ഭാരത് എക്സ്പ്രസ് കണ്ടോ? സ്ത്രീകൾക്കുള്ള കൃഷി സമ്മാൻ പദ്ധതി കണ്ടോ? ഇതൊക്കെ ഈ പൈസ ഉപയോഗിച്ചിട്ടാ. പെട്രോൾ ഡീസൽ. സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ പെട്രോളിന്റെ ഡീസലിന്റെ വില ഇങ്ങനെ കൂടിയാൽ ആർക്കോ ഓടിക്കാനായി ഹൈവേ? ഇടതുപക്ഷക്കാരോട് ഏത് വണ്ടി ഓടിക്കാനായി ഹൈവേ? സാർ, ആ വണ്ടികൾ ഓടിക്കാൻ ഓട്ടോറിക്ഷക്കാർക്ക് തികയുന്നില്ല പണം. കൂട്ടിയത് അങ്ങനെയാണ്. കേരളത്തിൽ എന്തിനു കൂട്ടിയവര്? മറുപടി പറയുന്നത് രാഹുലാണ്. രാജേഷ്, അതിനു മുമ്പ് വോട്ടർമാരുടെ പ്രതികരണം കൂടി നമുക്ക് എടുത്തു വരാം. എന്താണ്? വളരെ 15 ലക്ഷം അക്കൗണ്ടിൽ ഇരുന്നിട്ട് പൈസ എവിടെ? 15 ലക്ഷം കഴിഞ്ഞ ഇലക്ഷൻ ചേട്ടാ ഇപ്പോഴും ആ സ്വപ്നത്തിൽ തന്നെ ഇരിക്കുകയാണോ? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കൂ? അങ്ങനെയല്ല. ബാങ്കിൽ കിടക്കുന്ന പണം കൊണ്ടുവന്നാൽ നിങ്ങളുടെ പോക്കറ്റിലടക്കം 15 ലക്ഷം തരാം. അത് കൊണ്ടുവരേണ്ടതാരാണ്? നേരത്തെ കൊടുക്കുന്ന ഗവൺമെന്റ് അല്ലേ? അത് കൊണ്ടുവന്നോ? ഒരു രൂപ കൊടുത്തോ? മറുപടി അവസാനം കൃത്യമായി പറയണം. ജനങ്ങളോട് ഇനി മെൽസം മാനിഫെസ്റ്റോ എന്തൊക്കെ പറയുന്നത് കൃത്യമായി പറയണം. പുരോഗതിക്ക് അടിസ്ഥാന സൗകര്യത്തില് മോഡി ഗവൺമെന്റ് നൽകുന്ന ഒരു പ്രാധാന്യത്തിന് വളരെയേറെ സന്തോഷിക്കുന്ന ആളാണ്. അപ്പൊ ഞാന്
വടകര മുതല് വെലങ്ങാട് പാനം വഴി ചുരമില്ലാത്ത ഒരു റോഡ് മൈസൂരേക്ക് റോഡോ റെയിലോ കൊടുക്കണമെന്ന് വെച്ചിട്ട് ആഗസ്റ്റ് 21 പ്രധാനമന്ത്രിക്ക് ഞാൻ സ്വന്തം കൈപ്പടൽ എഴുതിയിട്ട് എനിക്കൊരു മറുപടി പോലും വന്നില്ല. തച്ചോളി പൊട്ടനായ അറിയാം. അതായത് 2023 താങ്കൾ അയച്ച കത്തിന് മറുപടി കിട്ടിയില്ല. മറുപടി അയച്ചില്ല. ഇന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഞാൻ രാവിലെ വിളിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖരെ വിളിച്ചു. അത് പറഞ്ഞ് നിങ്ങൾ ഒന്നും കൂടി എനിക്ക് പിന്നെ കത്ത് അയക്ക് അപേക്ഷയില് ഞാൻ അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന്. താങ്കൾ അതുവരെ BJP അനുഭാവിയായിരുന്നോ? BJP അനുഭാവിയായിരുന്നു. ഞാൻ 77 മുതൽ സംഘപരിവാറാ. എന്ന് വെച്ചാൽ എന്റെ 7ാം ക്ലാസ് മുതൽ ഞാൻ സംഘപരിവാർ പോകുന്ന ആളാ, ശാഖ പോകുന്ന ആളാ. ഇപ്പം BJP എന്നിട്ടും പ്രധാനമന്ത്രി തനിക്ക് കത്തിന് മറുപടി തന്നിട്ടില്ല. പ്രധാനമന്ത്രി നാട്ടിലെ ജനങ്ങൾ കണ്ട് ഇതിന് ഒരു മറുപടിയില്ല. പറഞ്ഞോ. ആരോടാ ചോദ്യം? LDFന്റെ പ്രതിനിധിയോടാണ്. LDFന്റെ പ്രതിയുടെ പ്രധാനപ്പെട്ട ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറയുന്നത് അജണ്ട എന്ന് ന്യൂനപക്ഷ സംരക്ഷണമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷണമാണ്. അത് നാദാപുരത്തെ വോട്ടർമാരോട്, നാദാപുരത്തെ പ്രത്യേകിച്ചും CPMന്റെ ആളുകൾ നാദാപുരത്തെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ കണ്ടു എന്ന് വ്യക്തമാക്കണം. കഴിഞ്ഞകാല കൊലപാതകങ്ങൾ ന്യൂനപക്ഷങ്ങൾ തെരഞ്ഞു പിടിച്ച് കൊലപാതകം നടത്തിയിട്ടുണ്ട്. നിരവധി വീടുകൾ കൊള്ളയടിച്ച ഇവരാണോ ന്യൂനപക്ഷ സംരക്ഷകർ? മാത്രമല്ല എന്തേ ക്ഷേമ പെൻഷൻ ഇവിടെ പ്രതിപാദിക്കാത്തത്? 7 മാസത്തെ ക്ഷേമ പെൻഷൻ 2 മാസത്തെ വോട്ട് ലക്ഷ്യം. അത് വോട്ട് ലക്ഷ്യം, വേറൊന്നുമല്ല. എന്തുകൊണ്ട് നേരത്തെ കൊടുത്തില്ല? വോട്ട് ലക്ഷ്യം. ഹലോ, UDF 18 മാസം പെൻഷൻ കൊടുക്കാണ്ട് ഇറങ്ങി വന്ന ചങ്ങായിയാളാ. 18 മാസം പെൻഷൻ ഇറങ്ങി വന്ന ചങ്ങായിയാളാ ഇപ്പം ചോദിക്കുന്നത്. ഇപ്പൊ 4 മാസം പൈസ 18 മാസം പെൻഷൻ UDF ഭരണകാലത്ത് ഇറങ്ങി വരുമ്പോ പിന്നെ BJP കാരോട് ചോദിക്കുന്നത്. എല്ലാ പെൻഷനും ഇല്ല കേട്ടോ, കുറച്ച് പെൻഷനേ ഉള്ളേ. BJP കാരോട് LDFന്റെ ഒരു MP ഉള്ളൂ എന്ന് പാർലമെന്റ് എന്ന് പറഞ്ഞ ആരിഫ് 300 ചില്ലാന BJP MP ഒരൊറ്റ MP മാണ്ടുവാടാ. ഒരു സംശയം. ഇപ്പോഴും ഒരു MP മതിയോ? ഇപ്പൊ 20 പേരും. എനിക്ക് ചോദിക്കാനുള്ളത് LDFന്റെ പ്രതിനിധിയോടാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് 10 വർഷക്കാലമായി ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി 100 കണക്കിന് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത്തരം ആവിഷ്കരിച്ച പദ്ധതികൾ, ഉദാഹരണത്തിന് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതി, 5 ലക്ഷം രൂപ സാധാരണക്കാരന് ആനുകൂല്യം കിട്ടുന്ന അവരുടെ പദ്ധതിയാണ്. അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി 6000 രൂപ ഒരു വർഷം കിട്ടുന്നതാണ്. ഈ പദ്ധതിയൊക്കെ വന്ന സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരൻ ഈ ടൗണിൽ ഇരുന്നിട്ട് പ്രസംഗിച്ചത്, ഇവിടുത്തെ 6000 രൂപ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലവും മറ്റും എന്ത് ചെയ്യും, ഒന്നിനും ഉപയോഗിക്കാൻ കാർഷിക മേഖലക്ക് എഴുതി കൊടുക്കേണ്ടി ലോൺ കിട്ടില്ല. ഇത്തരത്തിൽ 100 കണക്കിന് 1000 നമ്മുടെ പ്രദേശത്ത് 5 ലക്ഷത്തിന് ഇൻഷുറൻസ് കിട്ടാതെയും കിസാൻ സമ്മാൻ നിധി കിട്ടാതെയും ബുദ്ധിമുട്ടുന്നുണ്ട്. അത്തരം പദ്ധതികൾ സാധാരണക്കാരന്റെ ജീവിത നിലനിർത്താൻ ഇത്തരം പദ്ധതികൾ തടസ്സപ്പെടുത്തിയതിൽ ഈ പൊതുസമൂഹത്തോട് ഇവർ മാപ്പ് പറയുമോ? ചോദിക്കാനുള്ളത് UDFന്റെ പ്രതിനിധിയോടാണ്. നമ്മൾ എന്ത് വിശ്വാസത്തിലാണ്, അല്ലെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ UDFന് വോട്ട് ചെയ്യേണ്ടത്? ഷാഫി പറമ്പലിനെയോ? കാരണം UDFന്, കോൺഗ്രസിന്. കാരണം നമ്മള് ഇപ്പോ ഒരു വർഷം കുറെ കാലമായി ഓരോ ദിവസവും പത്രം എടുത്തു നോക്കിയാൽ കോൺഗ്രസിന്റെ ആളുകൾ BJPയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇന്നലെയും 2 പ്രമുഖ നേതാക്കന്മാർ BJPയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ UDFന്റെ പ്രതിനിധികൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ UDFന് വോട്ട് ചെയ്യേണ്ടത്? ഇന്ന് UDFന്റെ പ്രതിനിധിയോട് ചോദ്യം, ഇന്ന് വോട്ട് ചെയ്യുന്ന ഒരാള്, UDFന്റെ ഒരു പ്രതിനിധി നാളെ ഒരു UDFന്റെ പ്രതിനിധിക്ക് വോട്ട് ചെയ്താൽ ആ പ്രതിനിധി കോൺഗ്രസ് തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ഇവർക്ക് പറയാൻ കഴിയും? ഒറ്റ ഉറപ്പേ ഉള്ളൂ, ഷാഫി പറമ്പിൽ എന്ന ആ സ്ഥാനാർത്ഥിയുടെ പേര് എന്നുള്ളതാണ് UDF പറയുന്നത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് എന്ത് പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്? കേരള ഗവൺമെന്റ് നമ്മളെപ്പോലത്തെ ആളുകൾക്ക് കൈവല്യ എന്ന പദ്ധതിയിലൂടെ എനിക്ക് വ്യക്തിപരമായിട്ട് സ്വന്തമായിട്ട് കച്ചവടം തുടങ്ങാൻ, അല്ലെങ്കിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് 50,000 രൂപ തന്നിട്ടുണ്ട്. 25,000 രൂപ എന്നാണ് സബ്സിഡിയാണ്. അതുപോലെ സർക്കാർ സംവിധാനത്തിന്റെ കീഴിൽ സഹകരണ ബാങ്ക് വഴി ലോണുകൾ തന്നിട്ടുണ്ട്, 50,000 രൂപ തന്നിട്ടുണ്ട്. അതിന്റെ പകുതി സബ്സിഡിയാണ്. ഇത്തരം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്? അത് മാത്രമല്ല, ഇവിടെ ചർച്ച ചെയ്യേണ്ട വേറൊരു വിഷയം എന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ MP ആരായിരുന്നു? മുരളീധരൻ ഇവിടെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം
എന്തെങ്കിലും ഒരു പരിപാടി അയാളുടെ നേതൃത്വത്തിൽ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആറാ ഒന്ന് പറയട്ടെ കൃത്യമായിട്ട്. എന്തെങ്കിലും ഒരു പദ്ധതി മുരളീധരൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് കോൺഗ്രസിന്റെ ആളുകൾ പറയണോ? ഈ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒരു നിമിഷം ഞാൻ അങ്ങോട്ട് വരാം. കഴിഞ്ഞ 15 വർഷക്കാലം വടകരയിൽ MP ആയിട്ടുള്ളത് കോൺഗ്രസിന്റെ ആൾക്കാരാണ്. അതിൽ തൊട്ടപ്പുറമാണ് നാദാപുരം ഗവൺമെന്റ് ആശുപത്രി. നമുക്ക് അവിടെ കാണാം CPM-ന്റെ MP-മാർ, CPI-യുടെ MP-മാർ എല്ലാവരും അവരുടെ പേരിൽ കെട്ടിടവും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. 15 വർഷക്കാലം ഈ നാദാപുരം ഹോസ്പിറ്റലിൽ ഒരു കെട്ടിടം പോലും ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസിന്റെ MP-മാർക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ RCC പോലുള്ള ഒരു സ്ഥാപനം തിരുവനന്തപുരത്തുണ്ട്. അതുപോലെ മലബാറിലെ ക്യാൻസർ രോഗികൾക്ക് ആശ്രയമായിട്ടുള്ളതാണ് കോടിയേരിയിലുള്ള ക്യാൻസർ സെന്റർ. അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ പറ്റുമോ? ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ MP ഫണ്ട് ഉപയോഗിക്കുന്നില്ല. എനിക്ക് 2 ചോദ്യമാണ് ചോദിക്കാനുള്ളത്. രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഫാസിസവും മതേതരത്വവും തമ്മിലുള്ള പോരാട്ടമാണ്. ഇന്ത്യ ഭരിക്കുന്ന 10 വർഷമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയെ താഴെയിറക്കുക എന്നുള്ളതാണ് രാജ്യത്തെ മതേതര വിശ്വാസികളുടെ കർത്തവ്യം. ഈ കർത്തവ്യത്തിൽ ഇന്ത്യ മുന്നണിയാണ് ഈ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം നടത്തുന്നത്. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരങ്ങൾക്ക് ശക്തി കൊടുത്ത് രാജ്യത്തൊരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് രാജ്യത്തെ മതേതര കക്ഷികളുടെ ബാധ്യത. ആ കക്ഷിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി സിറ്റിംഗ് MP ആയിരിക്കുന്ന വയനാടിൽ എന്തിനാണ് ഇടതുപക്ഷം പ്രത്യേകമായി രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ, രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് രാജ്യത്ത് ഏത് ഗവൺമെന്റ് ഉണ്ടാക്കാനാണ് ഇവിടുത്തെ ഇടതുപക്ഷം തയ്യാറാകുന്നത്? രാജസ്ഥാനിൽ KC വേണുഗോപാൽ അവിടെയുള്ള സീറ്റ് BJP-ക്ക് കൊടുത്തിട്ട് ആലപ്പുഴ വന്നത് എന്തിനാ? പറയാം രാജസ്ഥാനിൽ ഒരു സീറ്റ് രാജ്യസഭയിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടാലും കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസിന് അധികമായി രാജ്യസഭാ സീറ്റുകൾ ലഭിക്കുന്നത് ഈ കഴിഞ്ഞ അടുത്ത മാസങ്ങളിലാണ്. ഒന്ന്. രണ്ടാമത്തെ ചോദ്യം മറുപടി അവിടെ നിന്ന് പറയണം, ഇവിടെ നിന്നല്ല. രണ്ടാമത്തെ ചോദ്യം, CPM-ന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് CAA പിൻവലിക്കുമെന്ന്. ഞാൻ CAA സമരവുമായി ബന്ധപ്പെട്ട 4 കേസിൽ കല്ലാച്ചി കോടതി കയറി ഇറങ്ങുന്നവനാണ്. CPM ഭരിക്കുന്ന കേരളത്തിൽ, CPM ഭരിക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ 4 കേസ് എനിക്കുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 156 കേസ് സിറ്റിസൺസ് അമെന്റ്മെന്റ് ആക്ടിനെതിരെ സമരം ചെയ്തിട്ട് പിൻവലിക്കാതെ കിടക്കുന്നത് ഇവരാണോ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്ന് പറയുന്നത്? വിശ്വസിക്കാൻ കഴിയില്ല. അതായത് ആദ്യം CA പിൻവലിക്കുമെന്ന് പറയുന്നവർ ആദ്യം കേസ് പിൻവലിക്കണം. റൈറ്റ്. ഓക്കെ ചോദിച്ചോ. എനിക്ക് പ്രധാനമായും ഇവിടുത്തെ BJP-യും അതുപോലെ തന്നെ കോൺഗ്രസും ഇതിപ്പോ രണ്ടും റോബസ്റ്റ് പയം പോലെയാണ്. അത് തൊട്ടു നോക്കിയാൽ മാത്രമേ ഏതാണ് BJP ഏതാണ് കോൺഗ്രസ് എന്ന് പറയാൻ പറ്റുള്ളൂ. പച്ചയാണ്. പക്ഷെ ഞെക്കി നോക്കിയാലാണ് മനസ്സിലാവും ഏതാ BJP ഏതാ കോൺഗ്രസ്. അതാണ് ഉറങ്ങാൻ കിടന്നാൽ കോൺഗ്രസ് ആണ്, ഉണരുമ്പോ BJP ആണ്. ഈ ഇരിക്കുന്ന വിനോദ് ഏത് ദിവസം BJP ചേരുമെന്ന് ആർക്കും നിശ്ചയമില്ല. പിന്നുള്ളത് എനിക്ക് പറയാനുള്ളത് വയനാട്ടിലെ ലീഗിന്റെ പച്ചക്കൊടി പിടിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലീഗിന്റെ പച്ചക്കൊടി പിടിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ആടുജീവിതം പോലെയാണ്. ലീഗിന്റെ കൊടിയില്ലാതെ ബലൂണാണ് പിടിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലെ റോബസ്റ്റ പഴം എങ്ങനെയിരിക്കും? അവിടെ രാഷ്ട്രീയ മുന്നണിയില്ല. ഇല്ല, നേരത്തെ ഇവിടെ പറഞ്ഞ് ഷാഫി പറമ്പലിന് എന്തടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുക, ഏത് നിമിഷവും ഷാഫി പറമ്പിലി BJP-യിലേക്ക് പോകും എന്നല്ല പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് ആരായി പറയുന്നത്? പശ്ചിമ ബംഗാളിൽ 35 വർഷക്കാലം ഭരിച്ച, അതുപോലെ തന്നെ പിന്നെ ത്രിപുരയിൽ ഭരിച്ച ടീം ഫുള്ള് മൊത്തത്തിൽ BJP പോയിട്ട് എല്ലാരും നിന്നിട്ടാണ് ഇവിടുന്ന് ചോദിക്കുന്നത് ഷാഫി പറമ്പിൽ BJP-യിലേക്ക് പോകില്ലാന്ന് എന്തായിരുന്നു ഉറപ്പെന്ന്. പശ്ചിമ ബംഗാളിൽ തീർത്ത് BJP-യിലേക്ക് പോയി, ഒരു പാർട്ടി ഓഫീസ് അടക്കം BJP-ന്റെ പാർട്ടി ഓഫീസ് ആക്കി. എന്നിട്ടാ ഇവിടെ ചോദ്യം. ഒന്ന് ചോദ്യം UDF-ന്റെ പ്രതിനിധിയോടാണ്. UDF-ന്റെ പ്രതിനിധികളുടെ ചോദ്യം ഒന്ന്, കേരളത്തിലെ കോൺഗ്രസിന് ഈ രാജ്യത്തെ തൊഴിലാളികളോടുള്ള സമീപനം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം UDF-ന്റെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ KK രമയും
അച്ചുമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത പ്രകടനത്തിൽ നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപഹസിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യം ആ പ്രകടനത്തിനകത്ത് ഉയർന്നു. അതിന് കോൺഗ്രസ് മറുപടി പറയണം. മറ്റൊരു കാര്യം ഇവിടെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചും അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചും പറഞ്ഞു. ഞാനിവിടെ നിൽക്കുന്ന നാദാപുരം ടൗണിൽ നിന്ന് കേവലം 2 കിലോമീറ്റർ പരിധിയിലാണ് നരിക്കാട്ടരി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവിന്റെ തൊട്ടടുത്ത പ്രദേശം. അവിടെ 5 മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാരെ കൊലപാതക രാഷ്ട്രീയ, അതായത് ബോംബ് പൊട്ടിയിട്ടാണ് യൂത്ത് ലീഗിന്റെയും MSFന്റെയും പ്രവർത്തകർ നേതാക്കന്മാരാണ് ഒരാൾ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളാണ് കൊല്ലപ്പെട്ടത്. മറുപടി ഈ ബോംബ് നിർമ്മാണമൊക്കെ ഈ നാടിന് അറിയാമെങ്കിൽ ഇതൊക്കെ നിർമ്മിച്ചു വല്ല പൂരത്തിനും കൊടുത്തൂടെ? ഒരു നിമിഷം സാർ, ഒറ്റ ചോദ്യം. നോക്കൂ, ഇവിടെ എന്താണ് സ്ത്രീകൾക്ക് ആര് വന്നാലാണ് പറ്റുക? ആരാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പാർലമെന്റിൽ പോകേണ്ടത്? ചോദിച്ചോളൂ. പറഞ്ഞോ. ഒരു സ്ത്രീ ശബ്ദം, നാരി ശക്തി, പ്ലീസ്. നിർബന്ധമായും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ ശൈലജ ടീച്ചർ വരണം. അത് അത്യാവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളതാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു റാലി നടത്തിയത്. അപ്പോ കോൺഗ്രസിന്, ഈ നാട്ടിലുള്ള സാധാരണക്കാര് എന്ത് വിശ്വസിച്ചാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത്? എന്ത് വിശ്വസിച്ച് സാധാരണക്കാര് അല്ലെ? അത് തൊഴിലുറപ്പ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു മുദ്രാവാക്യത്തിൽ ഈണം വെച്ചങ്ങ് വിളിച്ചതല്ലേ ഉള്ളൂ. കരുതിക്കുട്ടി വിളിച്ചതാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? കരുതുകൂട്ടി തന്നെ വിളിച്ചതാണ്. ആണോ? തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു മുദ്രാവാക്യം. ആണോ? എന്താ നിലപാട്? വടകര മണ്ഡലത്തിലെ രാഷ്ട്രീയം എന്താ? പറഞ്ഞാട്ടെ, മുമ്പോട്ട് വന്ന് പറഞ്ഞാട്ടെ. തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ച് തന്നെയാണ് ആ ഒരു പ്രകടനം അവിടെ നടന്നിട്ടുള്ളത്. കാരണം BJP-യിലെ സ്ത്രീകളും UDF-ലെ സ്ത്രീകളും അടക്കമുള്ള ആൾക്കാരാണ് ഈ തൊഴിലുറപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും വീടിനകത്തേക്ക് ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് ആ തരത്തിലേക്കുള്ള ഒരു പ്രകടനം എന്നുള്ള രീതിക്കകത്തേക്ക് വിളിച്ചിട്ടുള്ളത്. നമുക്ക് മറുപടികൾ കൂടി കേട്ടുവരാം. ഒരു ചോദ്യം കൂടി, ഒരുത്തരം കൂടി. കഴിഞ്ഞ ദിവസം പാനൂരിൽ ബോംബ് പൊട്ടിയപ്പോ CPM-ന്റെ പ്രധാന പ്രവർത്തകന്മാരാണ് ബോംബ് പൊട്ടി മരിച്ചത്. പ്രധാന പ്രവർത്തകന്മാർ മരിച്ചു. ശൈലജ ടീച്ചറെ കൂടെ ആളുകളാണ് മരിച്ചിട്ടുള്ളത്. ആ മരണം സംഭവിച്ചപ്പോ ഈ CPM-ന്റെ ആളുകൾ പറഞ്ഞത് യാതൊരു ബന്ധവുമില്ല പാർട്ടിയായിട്ടുണ്ട്. ഈ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബോംബുണ്ടാക്കാൻ ഏൽപ്പിക്കുക. ബോംബുണ്ടാക്കാൻ ഏൽപ്പിച്ചതിന് ശേഷം ആ മരിച്ചാൽ യാതൊരു ബന്ധവും പാർട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പാർട്ടിയെ ഒറ്റപ്പെടുത്തുക. അപ്പൊ അതിന് ശേഷമാണ് ഈ ഷാഫി പറമ്പിലിന്റെ ഒരു പരിപാടി നടക്കുന്ന അതിന്റെ തലേ ദിവസമാണ് അവിടെ ബോംബ് ഉണ്ടാക്കുന്നത്. ആ ബോംബ് പൊട്ടിച്ച് ഷാഫിയെ കൊല്ലാനുള്ള ഒരു ഏർപ്പാടായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനൊന്നുമില്ല കേട്ടോ. ഷാഫിയെ കൊല്ലാനുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ എന്താണ് ചോദ്യങ്ങൾക്കുള്ള മറുപടികളിലേക്ക് വരാം. നേരെ രാഹുൽ രാജിൽ തുടങ്ങാം. രാഹുൽ രാജ്, നോക്കൂ, വീണ്ടും അക്രമ രാഷ്ട്രീയത്തിലേക്കാണ് ചർച്ച വരുന്നതെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഈ നാദാപുരം മണ്ഡലത്തിന്റെ ചരിത്രം മാത്രം എടുത്ത് പരിശോധിച്ചോ നിങ്ങൾ. മാമ്പിലാക്കൂൽ വെച്ച് 2 പേർ നാദാപുരത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ബോംബ് പൊട്ടി മരിച്ചത് മമ്മുവും ബഷീറുമാണ്. 2 പേരും കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. കോൺഗ്രസുകാർ ബോംബ് നിർമ്മിക്കുമ്പോഴാണ് 2 പേർ നാദാപുരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബോംബ് നിർമ്മാണത്തിന്റെ ഭാഗമായി കൊല്ലപ്പെടുന്നത്. ഇനി അക്രമ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ നോക്കൂ, മൊയാരത്ത് ശങ്കരൻ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മനുഷ്യനാണ്. കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മനുഷ്യനെ കൊലപ്പെടുത്തിയതിന്റെ ചരിത്രമാണ് കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറയുന്നത്. മധുവിനെ, ലാൽജിയെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി കൊലപ്പെടുത്തിയതിന്റെ ചരിത്രമാണ്. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നത് അക്രമ രാഷ്ട്രീയമല്ല, മറിച്ച് സ്ഥായിയായ ജനങ്ങളെ ബാധിക്കുന്ന മുദ്രാവാക്യങ്ങളാണ്. അവിടെ പ്രധാനപ്പെട്ടത് ഈ രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രശ്നമാണ്. UDF പറയുന്നത് പോലെ ഭീഷണിപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇറക്കുന്നു എന്ന് പറഞ്ഞ് അപമാനിക്കുന്നതല്ല. ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു. ചില ആളുകൾ ചോദിക്കുക എന്താണ് പ്രശ്നം? ഭീഷണിപ്പെടുത്തി ഇറക്കുന്നതിനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഈ നാട്ടിലെ മനുഷ്യരോട് പറയാന്ന്, തൊഴിലുറപ്പ് തൊഴിലാളിക്ക് രാഷ്ട്രീയ ബോധമുണ്ട്, അഭിമാനമുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ ഭീഷണിപ്പെടുത്തിയാൽ ഇറങ്ങി വരുന്നവരാണെന്ന് പറഞ്ഞ് അപമാനിക്കാൻ വേണ്ടി പാടില്ല. ഞങ്ങളൊരു തൊഴിലാളിയെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. പേര് ലിസി, പേരാമ്പ്രയാണ് സ്വദേശിയായ ലിസിയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞോ? ചെരുപ്പ് കുത്തിയാണ്. 10 രൂപയും 20 രൂപയും കിട്ടുന്ന ചെരുപ്പ് കുത്തിയ പണം വെച്ച് 10,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത രാഷ്ട്രീയ ബോധ്യമുള്ള തൊഴിലാളി. ആ തൊഴിലാളിയാണ് വടകരയിലെ തൊഴിലുറപ്പ് തൊഴിലാളി. അവർ ശൈലജ ടീച്ചറുടെ പ്രകടനത്തിൽ ഇറങ്ങും. അതിനെ അപമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി വടകരയിലെ മനുഷ്യർ നൽകും. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഈ ഒറ്റ ചോദ്യത്തിന് മാത്രം മറുപടി, അതിനുശേഷം ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് വരാം. തൊഴിലുറപ്പ് സ്ത്രീകളെ ശരിക്കും അപമാനിച്ചു നിങ്ങൾ? ഇന്നലെയും മിനിയാന്നുമായിട്ട് കേരളത്തിലെ മുഖ്യധാര ചാനലുകളിൽ വളരെ കൃത്യമായി ഉത്തരവാദപ്പെട്ട പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ തൊഴിലുറപ്പ് പരിപാടിക്ക് വന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ശിക്ഷാ നടപടികളെ കുറിച്ച്, ഈ തൊഴിലുറപ്പിന്റെ പരിപാടിക്കല്ല, LDF-ന്റെ പരിപാടികളിൽ
ഒച്ചയെടുത്ത് തോൽപ്പിക്കാനൊന്നും കഴിയില്ല. ബൈക്കില്ല. എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ വന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ശിക്ഷണ നടപടികളെ കുറിച്ച് പറഞ്ഞത് ലൈവായി കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നാണ്. ആ പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ വിളിച്ച മുദ്രാവാക്യത്തിന്റെ പകുതി അങ്ങ് കട്ടിയാണ്. അവിടെ പറഞ്ഞത് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നവരല്ല, സ്വമേധയാ വന്നവരാണ്. സ്ത്രീകളല്ല, തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പാർട്ടി പരിപാടികൾക്ക് കൊണ്ടുവരുന്ന സമീപനത്തിനെതിരായിട്ടാണ്. അത് തന്നെയാണ് മുദ്രാവാക്യത്തിന്റെ പകുതി അത് ഒഴിവാക്കാമായിരുന്നില്ലേ അങ്ങനെ ഒരു പ്രസ്താവന? തൊഴിലുറപ്പ് പെണ്ണുങ്ങളല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നൂലേ? അങ്ങനെയല്ല മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിന്റെ പൂർണ്ണ രൂപം കേട്ടാൽ അങ്ങേക്ക് ബോധ്യപ്പെടും. അങ്ങനെയല്ല. അത് ശൈലജ ടീച്ചർ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോ സഹതാപ തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമ സഹതാപ തരംഗത്തിന്റെ അടവാണ്. സഹതാപ തരംഗത്തിന് വേണ്ടി നിങ്ങൾ ഇറക്കിയ സഹതാപ തരംഗമല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോഴും യു ഡി എഫിന്റെ പ്രതിനിധിക്ക് രാഷ്ട്രീയ ബോധമൊന്നും വന്നില്ല. ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ എന്തായാലും തൊഴിലുറപ്പ് സ്ത്രീകളെ അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അത് വിട്ടു. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന്റെ മറുപടിയാണ്. നോക്കൂ, നിങ്ങൾ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നു എന്ന് പറയുന്നത് വയനാട്ടിലെ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിങ്ങളുടെ സീതാറാം യെച്ചൂരി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഈ വടകര മണ്ഡലത്തിൽ ഉറപ്പായി ഞാൻ പറയുന്നു, ഈ വടകര മണ്ഡലത്തിലെ യു ഡി എഫിന്റെ സംവിധാനം ചലിപ്പിക്കുന്നത് ആരാണ്? അത് ലീഗാണ്. അതുപോലെ തന്നെയാണ് വയനാട്ടിലും യു ഡി എഫിന്റെ സംവിധാനം ചലിപ്പിക്കുന്ന ലീഗാണ്. ആ ലീഗിന്റെ പതാക പോലും ഞാൻ ചോദിക്കുന്നു, ഏത് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും? ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാക രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഉയർത്താൻ വേണ്ടി പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പച്ച പതാക പോലും ഉയർത്താൻ വേണ്ടി പറ്റാത്ത രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ രാഹുലെ അയൽപക്കത്തെ ബീവി ഏത് സാരി ഉടുക്കണമെന്ന് അവര് തീരുമാനിച്ചോളും. എനിക്ക് നേരെ ഉയർന്ന ചോദ്യങ്ങൾ കൃത്യമായി എനിക്ക് നേരെ ഉയർന്ന യു ഡി എഫ് പ്രതിനിധിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ക്ഷേമ പെൻഷൻ 18 മാസം കുടിശ്ശികയായതിനെ കുറിച്ചായിരുന്നു. ഇവിടെ 7 മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി കിടക്കുമ്പോ അതിനെ താതാത്മ്യം ചെയ്യാൻ വേണ്ടി 18 മാസത്തെ കുടിശ്ശിക എന്റെ കയ്യിൽ 26/4/2017 371 നമ്പർ ചോദ്യം കേരള നിയമസഭയിൽ ചോദ്യം എം സ്വരാജിന് കൊടുത്ത ഉത്തരം. ഈ ഉത്തരത്ത് പറയുന്നത് എന്താ? 64 ലക്ഷം വരുന്ന ആളുകൾക്ക് 3200 രൂപ വെച്ച് വിതരണം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിലെന്താ പറയുന്നത്? ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷൻ എത്ര മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് തരംതിരിച്ചു പറയാമോ? ഉത്തരം, ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള വാർദ്ധക്യകാല വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ 3 മാസം ഇത് എം സ്വരാജിന് കൊടുത്ത മറുപടി പരിശോധിക്കാം. രേഖ വെക്കുന്നു. എം സ്വരാജിന് കൊടുത്ത മറുപടി. ഞാൻ ഈ വിഷയത്തിൽ ഇനി ഇടപെടുന്നില്ല, കാര്യം ഒരിക്കൽ ഞാനിത് വിശദീകരിച്ചതാ. അതുകൊണ്ട് ബാക്കി നിങ്ങൾക്ക് വിശദീകരിക്കാം. രണ്ടാമത്തെ ചോദ്യം വളരെ പ്രസക്തമായ രണ്ടാമത്തെ ചോദ്യം. എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, കോൺഗ്രസ്സുകാരൊക്കെ BJP-യിലേക്ക് പോകും. ഞാൻ ഒരു കാര്യം പറയാം, CPM-ന്റെ MLA ആയിരിക്കുമ്പോൾ ആ സ്ഥാനം രാജിവെക്കാതെ BJP-യുടെ MP ആയി മത്സരിച്ച ഒരേ ഒരാൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അദ്ദേഹത്തിന്റെ പേര് ഗഗൻ മുർമു എന്നാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി CPM ആണ്. കഴിഞ്ഞില്ല. CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയ BJP-യിലേക്ക് പോയ MP-മാരുടെയും MLA-മാരുടെയും ദീർഘമായ ഒരു പട്ടിക ഞാൻ വായിക്കുക. അശോക് നിന്ദ, തപസി മണ്ഡൽ, ഗഗൻ മുർമു, സ്വദേശ് രഞ്ജൻ നായിക്, ദീപാലി വിശ്വാസ്, നികഞ്ച പൈക്ക്. എന്തുകൊണ്ട് ശരിയല്ല? BJP-യിലേക്ക് പോയ MLA-മാരുടെയും മണിപ്പൂരിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്
അതായത് പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. ജഗൻ മുർമു മണിപ്പൂരിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുൻ നേതാവും അവിടുത്തെ മന്ത്രിയുമാണ്. ഗഗൻ മുർമു CPM-ന്റെ MP യാ. എന്താണ് ശരി എനിക്ക് സത്യത്തിലേക്ക് കൊണ്ടുവരാം. സത്യൻ ഈ തെരഞ്ഞെടുപ്പിൽ പ്രഫുൽ കിഷൻ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വികസനത്തിന് വേണ്ടിയുള്ള വോട്ട് എന്നതാണ് നിങ്ങൾ പറയുന്നത്. ആ വികസനം ഈ മണ്ഡലത്തിൽ ഇല്ല എന്നതാണ് വോട്ടർമാർ നേരത്തെ പറഞ്ഞത്. മറുപടി നരേന്ദ്രമോദിന്റെ ഗ്യാരണ്ടി ഇല്ലാന്ന് ഇവിടെ BJP വോട്ട് ചോദിക്കുന്നേ. ഇവിടെ ഒരു 50 മീറ്റർ അപ്പുറം പോയാൽ 8 വരി പാത കാണാം. അതാണ് വികസനം. അതുപോലെ 100 കണക്കിന് പദ്ധതികൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതി, ഉജ്ജൽ യോജന, അതുപോലെ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കി. 600ഓളം പദ്ധതികൾ, 10ഓളം പദ്ധതികൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ആവിഷ്കരിച്ച് നടപ്പിലാക്കി. നേരത്തെ ഒരു സഖാവ് പറഞ്ഞു എന്താ ഒരു ആർഗ്യം മതി 375 MP-മാർക്ക് 100 കോഴിക്ക് അരക്കാടാന്ന് പറഞ്ഞ മാതിരിയാ. ഞാൻ ആരിഫ് ഒരു ഇന്റർവ്യൂ കൊടുത്തേക്ക് മാതൃഭൂമിയുടെ ചാനലില്. അതിൽ പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ ലോകസഭയിൽ ഇരിക്കുമ്പോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരുന്ന സമയത്ത് ഞാൻ കിടുകിട് വരയ്ക്കാന്ന് പറഞ്ഞേ എന്നത് അദ്ദേഹം പറഞ്ഞേ. ഞങ്ങൾ ഒരാൾ മതിയെന്ന്. പിന്നെ കോൺഗ്രസ്സുകാരൻ പറഞ്ഞു ഫാസിസവും മതേതരത്വവും. ഫാസിസം എന്താണെന്ന് കോൺഗ്രസ്സുകാരൻ അറിയാം. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അവർക്ക് ഫാസിസം എന്താണെന്ന് അറിയാം. 1984 സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത് അവർക്ക് മതേതരത്വം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സിഖുകാരെ നോക്കിയിട്ട്, ആളെ നോക്കിയിട്ട്, റേഷൻ കാർഡ് നോക്കിയിട്ട് ഡൽഹി തെരുവീതികളിൽ വെട്ടി നുറുക്കി കൊന്ന കോൺഗ്രസ്സുകാരനാണ്. മണിപ്പൂരിൽ ധൈര്യമില്ലാത്ത പ്രധാനമന്ത്രി, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ മണിപ്പൂരിലേക്ക് ഒന്ന് എത്തി നോക്കാൻ ധൈര്യമില്ലാത്ത ഒരു പ്രധാനമന്ത്രി. ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. വടകരയിലെ വോട്ടർമാർക്ക് ഇനിയും പറയാനുണ്ട്. ഇടവേള പ്രതികരണങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ നേരെ അങ്ങോട്ട് ചോദിക്കണം, അല്ലെങ്കിൽ അവരോട് ചോദിക്കണം. എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യത്തെ ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, നിങ്ങളോടാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മത്സരിക്കത്തില്ല. ചില കാര്യങ്ങളിൽ വളരെ അന്തിമമായി നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾ തന്നെ വിധി പ്രസ്താവിച്ചു. നേരത്തെ പറഞ്ഞ പെൻഷന്റെ കാര്യം, പെൻഷൻ 3 മാസം മാത്രമേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാക്കിയുള്ളൂ എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൃത്യമായി നിങ്ങൾ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് 3 മാസം മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ എന്ന് ഡോക്ടർ അരുൺ പറഞ്ഞു. 3 മാസത്തെ നോക്കൂ, 3 മാസത്തെ കാലാവധിയുള്ളതുണ്ട്, 10 മാസത്തിലുള്ളതുണ്ട്, 14 മാസത്തിലുള്ളതുണ്ട്, 18 മാസത്തിലുള്ളതും. അതാണ് കണക്ക്. പക്ഷേ എല്ലാ പെൻഷനും 18 മാസമാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അത് കറക്റ്റാണ്. അതാണ് കറക്റ്റ്. അത് കറക്റ്റ് അല്ലേ എനിക്ക് പറയാൻ പറ്റൂ. പറഞ്ഞോ ചോദിച്ചോളൂ. അതിന്റെ അടുത്താണോ UDF-ന്റെ പ്രതിനിധികളാണ്. ഒന്ന് വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിക്ക് നേരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. വ്യാപകമായ എന്തൊക്കെയോ പ്രചരണം നടന്നു. ആ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള കാര്യം, ആ പരാതിക്ക് അടിസ്ഥാനമായി എന്താണ് കാര്യം എന്നുള്ളത് UDF മറുപടി പറയും. ഓക്കെ, ഒരു ചോദ്യം കൂടി ചോദിച്ചോ. പെട്ടെന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത് ഇന്ന് ഏറ്റവും പാവപ്പെട്ടവന് വേണ്ടിയതാണ് പെൻഷൻ. ആ പെൻഷൻ ഇന്ന് എത്ര പേർക്ക് കൊടുക്കാനുണ്ട്? ഇന്ന് റേഷൻ പൊടി ചെന്നാൽ അരി കിട്ടുന്നുണ്ടോ? മാവേലി സ്റ്റോറിൽ അരി കിട്ടാനുണ്ടോ? സപ്ലൈകോ അരി കിട്ടാൻ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എന്താ ഇവിടെ അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് LDF-ന് ബേജാറാന്ന്? എന്തുകൊണ്ട് അക്രമ രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യാത്തെന്താ? അക്രമ ചർച്ച ചെയ്യുമ്പോൾ അതിനെ എതിർക്കുന്നതിനാണ്. അക്രമം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ആരാണ്? LDF അല്ലേ കാണിക്കുന്നത്? ഇവിടെ ബോംബ് നിർമ്മിക്കുന്ന ചർച്ചയ്ക്കൂടെ എന്തിനാ പ്രശ്നം? ഇവിടെ വന്ന് നാദാപുരത്ത് ഒന്ന് ന്യൂനപക്ഷ പ്രേമം പറയുന്ന ഈ വെള്ളൂരിലെ ഈ അടുത്താണ് ബോംബ് സ്ഫോടനം. വീടുകൾ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി. ഒന്നും അവശേഷിച്ചില്ല സാർ ആ കാലഘട്ടത്തിൽ. ഈ CPM-നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇവരുടെ മുഴുവൻ ന്യൂനപക്ഷ പ്രേമം വാക്കുകളിൽ മാത്രമാണ്. വെറും വാക്കുകൾ, പാഴ്വാക്കുകളാണ്. കേരളം വിട്ടു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾ പിടിക്കാതെ ഇവർക്ക് ഏടെങ്കിലും നിൽക്കാൻ പറ്റുമോ? അയാൾ ചോദിച്ചതിന് മറുപടി, ഈ വെള്ളൂർ കത്തിച്ചാമ്പലൊക്കെ ആരാണ് തുടക്കം കുറിച്ചത്? അതിന്റെ മറുപടി അയാൾ പറഞ്ഞു തരണം. ഇവിടെ തുടങ്ങിയത് അരുൺകുമാർ പറഞ്ഞൊരു ഉപമാനം, ത്രില്ലർ എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി ഭാരതീയ ജനതയോട് പറഞ്ഞ 2 ഉപമാനങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഇതുവരെ കണ്ടത് നിങ്ങളൊരു ട്രെയിലറാണ്, ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ആക്ച്വൽ ക്ലൈമാക്സ് ആണോ ആന്റി ക്ലൈമാക്സ് ആണോ? ക്ലൈമാക്സ്. അതുപോലെ തന്നെ രണ്ടാമതൊന്ന്, ഇത് തിയേറ്ററിൽ പൊട്ടിപ്പൊളിഞ്ഞൊരു സിനിമ വീണ്ടും റിലീസ് ചെയ്യുകയാണ്. ഈ മുന്നണി എന്ന് പറഞ്ഞ ഇന്ത്യ മുന്നണിയുടെ കുറിച്ച് പറഞ്ഞ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ ഇവർക്ക് 2 പേർക്കും കഴിഞ്ഞോ? ഇന്ത്യ മുന്നണിയുടെ കൂട്ടുകക്ഷികളായ പഴയ പൊട്ടിപ്പൊളിഞ്ഞ സിനിമയാണ്. മോദിയുടേതാണ് ബ്ലോക്ക് ബസ്റ്റർ സിനിമ. അതെ.
ഇവിടെ നാദാപുരത്ത് BJP വളരാത്തതിന് വലിയ കാരണം CPM കാരണം BJP-ക്കാരുടെ പണി അവരെക്കാളും നന്നായി ഇവിടെ CPM ചെയ്യുന്നുണ്ട്. ഇവിടെ പൗരത്വ ഭേദഗതി ബില്ലിൽ ലാലിക്കെതിരെ പങ്കെടുത്ത അന്യസംസ്ഥാന തൊഴിലാളികളെ മർദ്ദിച്ചത് BJP-ക്കാരല്ല, CPM-മാരെ കല്ലാച്ചിമന്ത്. പിന്നെ ഉത്തരേന്ത്യയെ തോന്നിപ്പിക്കും വിധം വെള്ളൂരിൽ കൊള്ളയടിച്ചത്, ഒരു സമുദായത്തിന്റെ വീടുകൾ മാത്രം കൊള്ളയടിച്ചത് CPM-മാരാ. ഞാൻ ചോദിക്കുന്നത് 2.5 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ വിജയിക്കൂ. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് അതിന്റെ ഉത്തരം പറ. എന്തുകൊണ്ട് ഇത് ചോദിക്കുന്നോട്? എന്തുകൊണ്ടാ ചോദിക്കൂല? ഞാൻ പറഞ്ഞതൊക്കെ എല്ലാ വീടുകളിലും കഷ്ടപ്പെട്ടിട്ട് ആൾക്കാര് പട്ടിണി പാടും, പിന്നെ മരുന്ന് വാങ്ങാൻ പൈസയില്ല, സൈക്കിളിന്റെ പൈസ, ആയിരക്കണക്കിന് ഉറുപ്പിക അടക്കാനായിട്ട് കോലം കെട്ടി വീണ പിന്നെ ആരാണോ ഈ ടീച്ചർക്ക് വോട്ട് ചെയ്യാ? നാദാപുരത്തിന്റെ ചരിത്രത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് ഓല് ജയിക്കും. അപ്പോ നിലവിലുള്ള ചോദ്യങ്ങൾ പലതും നമ്മൾ കേട്ടു. ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നതാണ്. ഇവിടെയുള്ള പ്രതിനിധികളായാലും അതേപോലെ തന്നെ ഇവിടെ എത്തിയുള്ള ആളുകൾ ഉയർത്താനുള്ളത് ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. എന്ത് രാഷ്ട്രീയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവിയാണ്, ഇന്ത്യൻ ജനാധിപത്യമാണ്, ഇന്ത്യൻ മതേതരത്വമാണ്. അവിടെ എന്താ ചർച്ച ചെയ്യേണ്ടത്? ഇവിടുത്തെ കൊലപാതകമാണോ അതോ മണിപ്പൂർ കലാപമാണോ? ഏതാ ചർച്ച ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കാം, ബീഫിന്റെ പേരിൽ കൊന്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇവിടെ BJP-ക്കെതിരെ പ്രതികരിച്ച ആളുകളെ കൊല ചെയ്തത് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ UDF ചർച്ച ചെയ്യുന്നുണ്ടോ? ആരാ ചർച്ച ചെയ്യുന്നത്? ഇന്ത്യൻ ജനാധിപത്യത്തെ, ഇന്ത്യൻ മതേതരത്വത്തെ, ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കുന്ന ആ ഒരു രാഷ്ട്രീയത്തെ, BJP-യുടെ RSS-ന്റെ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് നിങ്ങൾ എനിക്കൊരു അല്പസമയം തരണം. എനിക്ക് എന്റെ അതിഥികളെ ഒന്ന് തെരഞ്ഞെടുക്കണം. ഇവിടെ എവിടെയോ ഒന്ന് പോണ്ടായിരുന്നു അവര്. ഒന്ന് മാറി തന്നാൽ എനിക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു. സാർ, താങ്കൾ UDF-ന്റെ പ്രതിനിധിയാണല്ലോ, ഞങ്ങളുടെ അതിഥിയാണ്, BJP അതിഥിയാണ്. ഇവിടെ എല്ലാവരും മറന്നുപോയി. എങ്കിലും ഈ ചോദ്യങ്ങൾക്കിടെ 1 മിനിറ്റ് സമയം മാത്രമേ നിങ്ങൾ 3 പേർക്കുമുള്ളൂ. എന്തുകൊണ്ട് ഇവിടെ നിന്നും ഷാഫി പറമ്പിൽ ജയിക്കണം? 1 മിനിറ്റിനുള്ളിൽ പ്ലീസ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇന്ത്യയുടെ മതനിരപേക്ഷതയെയും ഭരണഘടനയെയും തകർക്കാനൊരുങ്ങുമ്പോൾ ആ ഭരണകൂടത്തെ താഴെ ഇറക്കുവാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ എല്ലായിടത്തും വേരുകളുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ അതിന് കഴിയൂ, രാഹുൽ ഗാന്ധിക്ക് മാത്രമേ കഴിയൂ. സീതാറാം യെച്ചൂരി മുതൽ നേതാക്കൾ അംഗീകരിച്ച ആ പരമസത്യത്തിനു വേണ്ടി കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം മത്സരിക്കുകയും കേരളത്തിൽ പാർട്ടി ചിഹ്നം നിലനിർത്താൻ അങ്ങ് ഈനാമ്പച്ചി ചിഹ്നത്തിലും മരപ്പട്ടി ചിഹ്നത്തിലും പോകാതിരിക്കാൻ വേണ്ടി മാത്രം മത്സരിക്കുന്ന CPM-ന് ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ കഴിയില്ല. അതിന് കഴിയുന്നത് കോൺഗ്രസിന് മാത്രമാണ്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ, ഇത് രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്, ഇത് തെരഞ്ഞെടുപ്പ് ചിഹ്നം നിലനിർത്താനുള്ള പോരാട്ടമല്ല. സത്യം, എന്തുകൊണ്ട് പ്രഫുൽ കൃഷ്ണൻ ജയിക്കണം? മൈക്കുണ്ട്, സംസാരിച്ചോളൂ. പ്രഫുൽ കൃഷ്ണനാണ് ജയിക്കേണ്ടത്. കാരണം 2040 ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ 100 വർഷമാകുന്ന സമയത്ത് വികസിത ഭാരതം സങ്കല്പ ലോകത്തെ 13 മുസ്ലിം രാഷ്ട്രങ്ങള് അവരുടെ പരമോന്നത ബഹുമതി കൊടുത്ത നരേന്ദ്രമോദിക്ക്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ ഇന്ന് 5ാം സ്ഥാനത്തെത്തി, വികസിതത്തിന്റെ ഭാഗമായിട്ട് 5ാം സ്ഥാനത്തെത്തി. ആ രീതിയിൽ വലിയ വികസനം ഉണ്ടാവും. ഈ രാജ്യത്തിൽ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യ വിമുക്തരാക്കി, 85 കോടികൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നു, സ്ത്രീകൾക്ക്, കർഷകർക്ക് 2000 രൂപ 4 മാസം കൂടുമ്പോൾ കൊടുക്കുന്നു, 6000 രൂപ ഒരു വർഷം കൊടുക്കുന്നു. കേരളത്തിൽ 33 ലക്ഷം ആളുകൾക്ക് കർഷകർക്ക് കൊടുത്തു. വികസനത്തിന്റെ ഭൂക്കാലമാണ് കഴിഞ്ഞ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി നമുക്കൊപ്പം എത്തിയിട്ടുണ്ട്. താങ്കൾ നാമനിർദ്ദേശ പത്രിക കൊടുത്തു. എന്താ പേര് താങ്കളുടെ? താങ്കൾ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞാൻ ചോദിക്കുന്നില്ല, അതിന് താങ്കൾക്കുള്ള അവകാശമുണ്ട്. പക്ഷെ താങ്കൾ കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ? കോൺഗ്രസ്സുകാരനാണ്. എന്നിട്ട് പിന്നെ ഷാഫി പറമ്പിലിനോടൊപ്പം താങ്കൾ പിന്തുണ പ്രഖ്യാപിക്കാതെ മത്സരിക്കുന്നതിനാ? അതെന്റെ സംഘടനാ തലത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടാണ്. അത് പിൻവലിക്കുമോ? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒന്നും പറയാനായിട്ടില്ല. ഷാഫി പറമ്പിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ്. UDF-ന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും LDF-ന്റെ ശൈലജ ടീച്ചറും രണ്ടും തുല്യ ശക്തികളെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, ശരി, നമുക്ക് സമയം അവസാനിച്ചു. 1 മിനിറ്റിൽ താഴെ. രാജ്യത്തിന്റെ ചരിത്രത്തിൽ 6 മുഖ്യമന്ത്രിമാർ, 6 PCC പ്രസിഡന്റ്മാർ ഉൾപ്പെടെ 100 കണക്കിന് പേർ BJP-യിലേക്ക് കൂറുമാറിയതാണ് കോൺഗ്രസിന്റെ ചരിത്രം. എന്നാൽ
ആത്മാഭിമാനത്തോടുകൂടി ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ മതേതരത്വത്തിന്റെ നിലപാട് പ്രഖ്യാപിക്കാൻ ആകെയുള്ളത് ഇടതുപക്ഷം മാത്രമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് BJPയോട് നേരിട്ട് മത്സരിക്കുന്നതിന് പകരം വയനാട്ടിൽ വന്ന് CPIക്കെതിരായി മത്സരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന സംഘടനയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതോടൊപ്പം ചേർത്ത് വെക്കുകയാണ് പോയ 15 വർഷക്കാലം വടകരയുടെ വികസന മുരടിപ്പ്, അതായത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും കൊണ്ടുവരാത്ത 15 വർഷക്കാലത്തെ വടകരയുടെ MP-യുടെ പ്രവർത്തനങ്ങളെ കൂടി ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറാൻ വേണ്ടി സാധിക്കും. ഈ ചർച്ച നടക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിന്റെ തൊട്ടടുത്ത് ഒരു രജിസ്റ്റർ ഓഫീസ് ഉണ്ട്, തൊട്ടടുത്ത് ഒരു ഗവൺമെന്റ് കോളേജ് ഉണ്ട്, തൊട്ടടുത്ത് ഗവൺമെന്റ് ആശുപത്രിയുണ്ട്, നിരവധിയായ റോഡുകളുണ്ട്. എവിടെയും നിങ്ങൾക്ക് വടകരയുടെ MP-യുടെ പേര് 15 വർഷത്തിൽ ഒരിക്കൽ കാണാൻ വേണ്ടി പറ്റില്ല. കാരണം പോയ 15 വർഷക്കാലം ഒരു വികസനവും വടകര മണ്ഡലത്തിൽ കൊണ്ടുവരാത്തവരായിരുന്നു വടകരയുടെ ഭൂമി. വടകരയിലെ സിനിമ ബ്ലോക്ക് ബസ്റ്റർ മാത്രമല്ല ആക്ഷൻ ത്രില്ലർ ആണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ കാണും മറ്റൊരു മണ്ഡലത്തിൽ നാളെ.